Hey there. Subscribe to my channel. And also press this bell icon. കൽപ്പാത്തി കേരളത്തിലെ പാലക്കാട് നഗരത്തിലെ ഒരു ജനവാസ കേന്ദ്രമാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളിലൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് ഇത്. തുലാമാസത്തിൽ നവംബറിൽ നടക്കുന്ന വാർഷിക രഥോത്സവമായ കൽപ്പാത്തി രഥോത്സവത്തിനും ഇത് പ്രസിദ്ധമാണ്. കൽപ്പാത്തി രഥോത്സവത്തിലെ ശിവൻ, ഗണേശൻ, കാർത്തികേയൻ എന്നിവരുടെയാണ് 3 രഥങ്ങൾ. കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ നെറുകയിലൂടെ തേരുകളുടെയും ജനങ്ങളുടെയും ഇടയിലൂടെ നമ്മുടെ കരിമ്പൂച്ച അത് കടന്നു വരികയാണ്. റിനോൾഡ് ട്രൈബ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കൽപ്പാത്തി ഒരു അഗ്രഹാരം അല്ലെങ്കിൽ പരമ്പരാഗത ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണിത്. കഴിഞ്ഞ 600 വർഷമായി തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യത്തിൻ്റെയും പേരിലല്ല, മറിച്ച് കേരളത്തിലെ കർണാടക സംഗീതത്തിൻ്റെയും കേന്ദ്രമായാണ് ഈ തമിഴ് കുടിയേറ്റ ബ്രാഹ്മണ ഗ്രാമം കൂടുതൽ പ്രചാരത്തിലുള്ളത്. കൽപ്പാത്തിയിൽ 5 ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവ പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം, മന്തക്കര എന്നിവയാണ്. ഗംഗാതീരത്തുള്ള വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രവുമായി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് സാമ്യമുള്ളതിനാലാണ് കാശിയിൽ പാതി കൽപ്പാത്തി, അർദ്ധകാശി അല്ലെങ്കിൽ പകുതി ബനാറസ് എന്ന വിളിപ്പേരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദക്ഷിണകാശി എന്ന പദവും ഉണ്ടായത്. പാലക്കാട്ടെ ഒരു പരമ്പരാഗത തമിഴ് ബ്രാഹ്മണ ഗ്രാമമാണ് കൽപ്പാത്തി അഗ്രഹാരം. അതുല്യമായ വാസ്തുവിദ്യ, കർണാടക സംഗീതത്തിൻ്റെയും വേദപഠനത്തിൻ്റെയും കേന്ദ്രം എന്നീ നിലകളിൽ ഈ ഗ്രാമം അറിയപ്പെടുന്നു. പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, ചാത്തപുരം എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. ഇവിടുത്തെ ഈ ശിവക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വാർഷിക കൽപ്പാത്തി രഥോത്സവത്തിന് അഥവാ രഥോത്സവത്തിന് പേരുകേട്ടതാണ് ഈ ഗ്രാമം. ഭാരതപ്പുഴയുടെ പോഷക നദികളിലൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് ഈ ഗ്രാമം.